സുരക്ഷാ സേനയും ഭീകരരും തമ്മിൽ ഉണ്ടായ ഏറ്റുമുട്ടലിൽ ജെയ്ഷെ മുഹമ്മദ് ഭീകരൻ കൊല്ലപ്പെട്ടതായ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ജമ്മു കാശ്മീരിലെ കത്വ ജില്ലയിൽ കഴിഞ്ഞ ദിവസമാണ് ഏറ്റുമുട്ടൽ നടന്നത്. ബില്ലാവാർ പ്രദേശത്ത് സൈന്യവും CRPF-ഉം സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിലാണ് പാക് ഭീകരനെ ഇപ്പോൾ കൊലപ്പെടുത്തിയിരിക്കുന്നതെന്നതാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത്. പാകിസ്ഥാനിൽ നിന്നും ഭീകരർ ഇപ്രകാരം നിരന്തരമായി തന്നെ ഇന്ത്യൻ അതിർത്തിയിലൂടെ തന്നെ നുഴഞ്ഞു കയറാൻ ശ്രമം നടത്തി വരുന്നതിനിടയിലാണ് ഇപ്പോൾ സുരക്ഷാ സേന ഈ ഭീകരനെ വധിച്ചത്. ഭാരതത്തിന് രാജ്യം സുരക്ഷിതമായി തന്നെ മുന്നോട്ട് പോകണമെന്നതും അതിൽ പ്രാധാന്യം കൽപ്പിക്കുകയും ചെയ്യും എന്നതാണ് ഇപ്പോൾ ഇതിലൂടെ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, ഒരൊറ്റ ഭീകരനെ പോലും ഇനി ഇന്ത്യൻ അതിർത്തി കടക്കാൻ അനുവദിക്കില്ല എന്ന വ്യക്തമായ സൂചനയാണ് നൽകിയിരിക്കുന്നത്. കൊല്ലപ്പെട്ട ഭീകരനാകട്ടെ ജെയ്ഷെ മുഹമ്മദ് കമാൻഡറായ ഉസ്മാൻ ആണ് എന്നതാണ് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചിരിക്കുന്നത്. M4 ഓട്ടോമാറ്റിക് റൈഫിൾ ഉൾപ്പെടെ തന്നെ നിരവധി ആയുധങ്ങളും വെടിക്കോപ്പുകളും ഇയാളുടെ പക്കൽ നിന്നും കണ്ടെത്തിയതായിട്ടും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. നേരത്തെ തന്നെ കത്വയിൽ 3 തീവ്രവാദ ഒളിത്താവളങ്ങൾ സുരക്ഷാ സേന തകർത്തിരുന്നു. ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ അത് അവലോകനം ചെയ്യുന്നതിനായി തന്നെ കരസേനയുടെ വടക്കൻ കമാൻഡർ ലഫ്റ്റനന്റ് ജനറലായ പ്രദീപ് ശർമ്മ കഴിഞ്ഞ ദിവസം കത്വ സന്ദർശിച്ചിരുന്നു. ജമ്മു ആസ്ഥാനമായുള്ള വൈറ്റ്നറ്റ് കോറിന്റെ ജനറൽ ഓഫീസർ കമാൻഡറാണ് ഇപ്പോൾ ഇത്തരത്തിൽ ജനറൽ PK മിശ്ര, ഹിമാചൽ പ്രദേശ് ആസ്ഥാനമായുള്ള റൈഫിൾ സ്റ്റാർ കോൺ എന്ന വ്യക്തികൾ എല്ലാവരും തന്നെ ഇതിൽ ഒപ്പമുണ്ടാവുകയും ഈ ഓപ്പറേഷനിൽ സംയുക്തമായി തന്നെ പങ്കെടുക്കുകയുമാണ് ചെയ്തിരിക്കുന്നത്. തലയ്ക്ക് 1 കോടി ഇനാം പ്രഖ്യാപിച്ച കമ്മ്യൂണിസ്റ്റ് ഭീകരനെ അടക്കമായിരുന്നു സുരക്ഷാ സേന വധിച്ചത്. അത് ജാർഖണ്ഡിലാണ് ആ സംഭവം നടക്കുന്നത്. ഇതോടൊപ്പം തന്നെ 16 കമ്മ്യൂണിസ്റ്റ് ഭീകരരെ കൊലപ്പെടുത്തിയതായും രാജ്യത്തിന്റെ സുരക്ഷ മുൻനിർത്തിക്കൊണ്ട് ഭീകരർക്ക് തക്കതായ മറുപടി സുരക്ഷാ സേന നൽകുകയാണ് ചെയ്തിരിക്കുന്നത്. ഈ വർഷം മെയ് മാസത്തോടു കൂടി തന്നെ രാജ്യത്ത് നിന്നും എല്ലാ കമ്മ്യൂണിസ്റ്റ് ഭീകരരെയും ഇല്ലാതാക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഉറപ്പ് നൽകിയതാണ്. ഈ വാക്ക് പൂർണ്ണമായും പാലിക്കുകയാണ് ഇപ്പോൾ സുരക്ഷാ സേന. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി തന്നെ മേഖലയിൽ സുരക്ഷാ സേന നടത്തിയ ഓപ്പറേഷനിൽ 21 കമ്മ്യൂണിസ്റ്റ് ഭീകരരാണ് കൊല്ലപ്പെട്ടത്. അനൽത തുഫാൻ, രമേശ് തുടങ്ങിയ 1ലധികം അപരനാമത്തിൽ അറിയപ്പെടുന്ന മാവോയിസ്റ്റ് കേന്ദ്ര കമ്മിറ്റി അംഗമായ പതിറാം മാച്ചി എന്ന കമ്മ്യൂണിസ്റ്റ് ഭീകരനാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന ഏറ്റുമുട്ടലിൽ ഇയാൾ കൊല്ലപ്പെട്ടതായി തന്നെ സുരക്ഷാ സേന സ്ഥിരീകരിക്കുകയും ചെയ്തു. സനന്ദ വനത്തിനുള്ളിൽ തന്നെ 7 മണിക്കൂർ നീണ്ട വെടിവെപ്പിലൂടെയാണ് ഈ സുരക്ഷാ ദൗത്യം പൂർത്തീകരിക്കാനായതും. കഴിഞ്ഞ ദിവസം ഇതേ പ്രദേശത്ത് നടന്ന ഏറ്റുമുട്ടലിൽ സുരക്ഷാ സേന 1 കോടി രൂപ തലയ്ക്ക് വിലയിട്ടിരുന്ന ഒരു ഭീകരൻ ഉൾപ്പെടെ തന്നെ 15 കമ്മ്യൂണിസ്റ്റ് ഭീകരരെ വധിച്ചതായും തന്നെ വ്യക്തമാക്കിയിരുന്നു. അതേസമയം ബീഹാറിലെ കുപ്രസിദ്ധ കമ്മ്യൂണിസ്റ്റ് ഭീകരൻ ദയാനന്ദ് മാൽക്കർ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടതായ വാർത്തകൾ പുറത്തുവരുന്നു. ഇതോടുകൂടി തന്നെ ബീഹാറും അധികം വൈകാതെ തന്നെ കമ്മ്യൂണിസ്റ്റ് ഭീകരതയിൽ നിന്നും മുക്തമാകുമെന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. കുറച്ചധികം ദിവസങ്ങൾക്ക് മുൻപേ തന്നെ 1 കോടി രൂപ ഇനാം പ്രഖ്യാപിച്ച ഭീകരനെ ഉൾപ്പെടെ തന്നെ സുരക്ഷാ സേന വധിച്ചിരുന്നു. ഇപ്പോൾ നടന്ന ഏറ്റുമുട്ടലിൽ നിരവധി ആയുധങ്ങൾ പിടിച്ചെടുത്തു. ബീഹാറിൽ സുരക്ഷാ സേനയുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ കുപ്രസിദ്ധ കമ്മ്യൂണിസ്റ്റ് ഭീകരനാണ് കൊല്ലപ്പെട്ടത്. നിരോധിത CPI മാവോയിസ്റ്റ് സംഘടനയുടെ നോർത്ത് ബീഹാർ സെൻട്രൽ സോണൽ കമ്മിറ്റി സെക്രട്ടറിയായ ദയാനന്ദ് മാൽക്കർ എന്ന ചോട്ടുവാണ് കൊല്ലപ്പെട്ടതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.